ഗ്രീൻലൻഡ് ഏറ്റെടുക്കുന്നതിൽ നിന്നും പിന്മാറില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. റഷ്യയും ചൈനയും ഗ്രീൻലൻഡ് കൈയടക്കുന്നത് ഒഴിവാക്കാൻ നടപടി അനിവാര്യമെന്നും US പ്രസിഡന്റ്. പണം നൽകി ദ്വീപ് ഏറ്റെടുക്കാനുള്ള നീക്കത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. അയൽക്കാരായ ചൈനയും റഷ്യയും വരുന്നത് താൽപര്യമില്ല എന്ന മറുപടിയും ട്രംപ് നൽകിയിട്ടുണ്ട്. I'm not talking about money for Greenland yet. I might talk about that. But right now, we are going to do something on Greenland, whether they like it or not, because if we don't do it, Russia or China will take over Greenland, and we're not going to have Russia or China as a neighbor. I would like to make a deal, the easy way, but if we don't do it the easy way, we're going to do it the hard way. And by the way, I'm a fan of Denmark too. I have to tell you, and they've been very nice to me. I'm a big fan, but the fact that they had a boat land there 500 years ago doesn't mean that they own the land. I'm sure we had lots of boats go there also, but we need that because if you take a look outside of Greenland right now, there are Russian destroyers, there are Chinese destroyers and bigger, there are Russian submarines all over the place. We're not going to have Russia or China occupy Greenland, and that's what they're going to do if we don't. So we're going to be doing something with Greenland, either the nice way or the more difficult way. ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് തുടരുകയാണ്. ഐസൻ, ഗ്രീൻലൻഡിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ട്രംപ് തയ്യാറല്ല എന്ന് മാത്രമല്ല, അതിന് പറയുന്ന ന്യായീകരണമുണ്ട്. അയൽക്കാരായി ചൈനയും റഷ്യയും വരുന്നത് താല്പര്യമില്ല, അതുകൊണ്ട് ഗ്രീൻലൻഡിനെ അധീനതയിലാക്കണം. എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഐസൻ? തീർച്ചയായും ഈ ഗ്രീൻലൻഡിനെ അധീനതയിലാക്കേണ്ടതിന്റെ ആവശ്യം, ഗ്രീൻലൻഡിനെ പിന്തുണയ്ക്കാൻ റഷ്യയും ചൈനയും എത്തുകയാണെങ്കിൽ അത് തങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നൊരു നിലപാടാണ്. മാത്രമല്ല, ഗ്രീൻലൻഡിലെ അധിനിവേശം നടത്തുന്നതിനുള്ള നീക്കത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന ഒരു നിലപാട് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പണം നൽകി ഗ്രീൻലൻഡിനെ ഏറ്റെടുക്കാനുള്ള ഒരു നീക്കം വരെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അക്കാര്യത്തിലും കൃത്യമായൊരു മറുപടി അദ്ദേഹം പറയുകയും ചെയ്തു. അത്തരത്തിലുള്ള നീക്കങ്ങൾ, അതായത് പണം നൽകി ഗ്രീൻലൻഡിനെ ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടപ്പാക്കിയിട്ടില്ല, പക്ഷെ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, ഇത്തരത്തിലുള്ള സൈനിക റഷ്യയുടെയും ചൈനയുടെയും സൈനിക ഇടപെടലും അത്തരത്തിൽ അവരുടെ സാന്നിധ്യവും മേഖലയിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള കടുത്ത നടപടികൾ തന്നെ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, ഗ്രീൻലൻഡിനെ ഏറ്റെടുക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് എത്ര കഠിനമായ നടപടിയായാലും അത് സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്നൊരു നിലപാടും അദ്ദേഹം പറയുന്നു. അത് ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെ നിരീക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണ് ഏത് രീതിയിലാണ്, അതായത് പണം നൽകി സമാധാന രീതിയിലാണോ അല്ലെങ്കിൽ അനുനയത്തിന്റെ രീതിയിലാണോ അല്ലെങ്കിൽ ഏത് ഹാർഡ് വേ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ലളിതമായതോ അല്ലെങ്കിൽ കഠിനമായതോ ആയ വഴികളിലൂടെ തങ്ങൾ ഈ നീക്കം നടത്തുമെന്ന് പറയുമ്പോൾ ഏത് രീതിയിലായിരിക്കുമ്പോൾ, നേരത്തെ വെനസ്വേലയിൽ കണ്ടതുപോലൊരു നീക്കമാണോ അല്ലെങ്കിൽ ഒരു വളഞ്ഞു വെച്ച് ആക്രമിക്കാനുള്ള ഒരു നീക്കമാണോ, ഏത് രീതിയിലാണ് നടക്കാനിരിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഗ്രീൻലൻഡിലെ പ്രകൃതി വിഭവങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അമേരിക്കയുടെ നീക്കങ്ങളിൽ നിന്നും പുറകോട്ട് പോകില്ല. അതിനെ എത്ര എതിർപ്പുണ്ടായാലും പുറകോട്ട് പോകില്ല എന്ന നിലപാടാണുള്ളത്. ഈ അമേരിക്കൻ സെനറ്റ് തന്നെ, US സെനറ്റ് തന്നെ ഇക്കാര്യത്തിൽ ചില നിലപാടുകൾ സ്വീകരിക്കുകയും ഈ മേഖലയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ എന്ന രീതിയിൽ പ്രഖ്യാപിക്കപ്പെടുന്ന നടപടികളെ എല്ലാം തന്നെ എതിർക്കുകയും ചെയ്തുകൊണ്ട് ഒരു പ്രമേയം പോലും പാസ്സായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം. എങ്കിലും ട്രംപ് മുന്നോട്ട് തന്നെ പോവുകയാണ്. മറ്റു രാജ്യങ്ങളെ കൈവശപ്പെടുത്താനും അവിടെയുള്ള പ്രകൃതി വിഭവങ്ങൾ കൈവശപ്പെടുത്താനുമുള്ള നീക്കങ്ങൾ അതൊരു അക്രമത്തിന്റെ സ്വഭാവത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എന്ന നിലപാടും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പരോക്ഷമായിട്ടാണ് എങ്കിൽ പോലും ഈ റഷ്യയുമായിട്ടുള്ള പോര് അമേരിക്ക കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഗ്രീൻലൻഡിനെതിരെയുള്ള നീക്കം എന്നതുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതില്ല. കാരണം ഈ റഷ്യയും ചൈനയും ഗ്രീൻലൻഡിനെ കൈയടക്കുന്നത് ഒഴിവാക്കാനുള്ള നടപടി എന്ന് പറയുമ്പോൾ തീർച്ചയായും റഷ്യയോടുള്ള വൈര്യം അല്ലെങ്കിൽ റഷ്യയുമായിട്ടുള്ള പോര് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. അത് കടുപ്പിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് ഈ ഗ്രീൻലാൻഡിനെതിരെയുള്ള നടപടി എന്നതും നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? വിഷയമാണ് വെനസ്വേലയുടെ വിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിലെല്ലാം തന്നെ UN സെക്യൂരിറ്റി കൗൺസിലിലെ അംഗരാജ്യങ്ങൾ കൂടിയാണ്, സ്ഥിരാംഗ രാജ്യങ്ങൾ കൂടിയാണ് ഈ രണ്ട് രാജ്യങ്ങളും. ആ ഒരു പ്രത്യേകത തന്നെയാണ് ഗൗരവമായ ഒരു വിഷയമായി നിലനിൽക്കുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും അതിശക്തമായി എതിർക്കുകയായിരുന്നു ഈ വെനസ്വേലയിലെ അധിനിവേശത്തെ. സ്വാഭാവികമായും ഗ്രീൻലാൻഡ് അധിനിവേശത്തെയും അതിരൂക്ഷമായി എതിർക്കാനുള്ള സാഹചര്യം രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യതയുണ്ട് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് റഷ്യയുമായുള്ള ഇത്തരത്തിലുള്ള
സംഘർഷത്തിന്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. റഷ്യയുമായുള്ള സംഘർഷം അതികഠിനമായി തുടരുന്ന ഒരു പശ്ചാത്തലം ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുക, അതേസമയം റഷ്യയുമായുള്ള ബന്ധം തകരാതെ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന ഒരു തന്ത്രപരമായ നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വൻതോതിൽ നികുതി ചുമത്താനുള്ള നീക്കങ്ങൾ, അധിക താരിഫ് ചുമത്താനുള്ള നീക്കങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ വീണ്ടും തുടരുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായാണ് 500% വരെ അധിക താരിഫ് ചുമത്തുന്നതിന്, അതായത് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും കയറ്റുമതി അമേരിക്കയിലേക്ക് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 500% താരിഫ് ചുമത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭാരതത്തെ ഉൾപ്പെടെ വെല്ലുവിളിയിലാക്കുന്ന ഒരു നീക്കമാണത്. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു വിപണികൾ കണ്ടെത്തി പരിഹാരം നേടാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ കൂടി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തടയുക എന്ന ലക്ഷ്യത്തോടെ റഷ്യയുടെ സാമ്പത്തിക സ്രോതസ്സിനെ തടയുക എന്നൊരു ലക്ഷ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് കേവലം യുക്രൈൻ യുദ്ധത്തിന്റെ ശാശ്വത സമാധാനത്തിന് വേണ്ടിയുള്ള നീക്കം എന്നത് മാത്രമായി അതിനെ കരുതാൻ വയ്യ എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതിന്റെ ഒരു പരിധിവരെ ഈ ഗ്രീൻലൻഡിന്റെ വിഷയവും അതുപോലെ തന്നെ വെനസ്വേലയുടെ വിഷയവും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ പരാമർശിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗ്രീൻലൻഡിന്റെ കാര്യത്തിൽ അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളത് മാത്രമല്ല, ഗ്രീൻലൻഡ് ഏറ്റെടുക്കുന്നതിൽ നിന്ന് പിന്മാറില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയും ചൈനയും ഗ്രീൻലൻഡ് കൈയടക്കുന്നത് ഒഴിവാക്കാനുള്ള നടപടി എന്നാണ് US പ്രസിഡന്റിന്റെ ന്യായീകരണം എന്നുള്ളതാണ്. അതായത് അയൽക്കാരായി ചൈനയും റഷ്യയും വരരുത്, അതിന് താല്പര്യമില്ല, അതുകൊണ്ട് ഗ്രീൻലൻഡിനെതിരെ നടപടി കടുപ്പിക്കുന്നു എന്നുള്ളതാണ് ട്രംപിന്റെ മറുപടി.